Welcome back to Pirangipada, guys. I'm still super excited to do this video because that 2 goals from Declan Rice and that super finish by Marino absolutely took my day. എന്താ പറയുക, ഒരു ആഴ്സണൽ ആരാധകൻ എന്ന നിലയിൽ ഇത്രയും കിടിലനായിട്ടൊരു ഗെയിം കാണുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ആദ്യമായിരിക്കും. UCLൻ്റെ നൈറ്റിൽ, അതും ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആയിട്ടുള്ള റയൽ മാഡ്രിഡിനെതിരെ 3 എണ്ണം പറഞ്ഞ ഗോളുകൾ അടിച്ച് നമ്മൾ സെമി ഫൈനലിലോട്ട് ഒരു കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ലൈനപ്പ് നോക്കുവാണെങ്കിൽ എക്സ്പെക്റ്റഡ് ലൈനപ്പ് തന്നെയായിരുന്നു. ഗബ്രിയേൽ ഇല്ലാത്തതുകൊണ്ട് കിവിയോറും സാലിബയും സെൻറ്റർ ഡിഫെൻസീവ് പാർട്ട്നേഴ്സായിട്ട് വന്നു. ടിംബറും സ്കെല്ലിനെ കുറിച്ച് എടുത്ത് പറയേണ്ടതാണ്. 18ാമത്തെ വയസ്സിൽ സ്കെല്ലി പുൾ ഓഫ് ചെയ്ത ആ ഒരു പെർഫോമൻസ് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി മാൻകൈൻഡ്. പിന്നെ ഒഡേഗാർഡും പാർട്ടിയും റൈസും ആയിരുന്നു മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തത്. സാക്കയും മെറീനോയും മാർട്ടിനെല്ലിയും അതായിരുന്നു ആഴ്സണലിൻ്റെ ലൈനപ്പ്. ജൂനിയറും വിനീഷ്യസ് ജൂനിയറും കൈലൻ എംബാബയും 2 സ്ട്രൈക്കേഴ്സ് എന്ന നിലയിലും അവർ 4-4-2 ആയിരുന്നു. മിഡ്ഫീൽഡിൽ ബെല്ലിംഗാമും കമവിംഗയും മോഡ്രിച്ചും റോഡ്രിഗോയും. പിന്നെ അതുപോലെ തന്നെ ഡിഫൻസ് വരുമ്പോഴെങ്കിലും അലബായും റുഡിഗറും അസെൻസിയോയും വാൽവേർഡയും. ഗോൾ കീപ്പിങ്ങിൽ കോർട്ടിയസും. അപ്പം നമ്മൾ കളി നോക്കുവാണെങ്കിൽ ആദ്യത്തെ ഒരു ഹാഫിൽ എന്ന് പറഞ്ഞാൽ റയലിന് 1-2 ചാൻസസ് കിട്ടിയായിരുന്നു. ഒരു ബെല്ലിംഗാമിൻ്റെ ഒരു പാസിൽ എംബാബയ്ക്ക് ഒരു നല്ലൊരു ചാൻസ് കിട്ടിയായിരുന്നു, പക്ഷെ അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്ന നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ബുക്കായോ സാക്ക ഹലബായ്ക്ക് ഓൾ കൈൻഡ് ഓഫ് പ്രോബ്ലംസ് നൽകിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. 1-2 മനോഹരമായ ക്രോസുകൾ അദ്ദേഹം സാക്ക പുൾ ഓഫ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കൊരു പ്രോപ്പർ 9 ഇല്ലാത്തതിൻ്റെ അഭാവം ആ ബോക്സിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. 2 കിഡിലൻ പാസുകളും ക്രോസുകളും അറ്റൻഡ് ചെയ്യാതെ പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഒരു എന്താ പറയുക, 2 ടീമിനും ഒരു മേജർ കൺട്രോൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അങ്ങനെ പോകുകയായിരുന്നു. അതിനിടയ്ക്ക് ഒരു സിറ്റുവേഷനിൽ ഡെക്ലാൻ റൈസിൻ്റെ ഒരു മനോഹരമായ ഡ്രൈവിൽ കൂടി ഒരു ഓപ്പർച്യൂണിറ്റി ആഴ്സണലിന് വരികയും അത് ഡബിൾ സേവ് ചെയ്ത് കോർട്ടിയസ് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ആ സമയം മുതൽ റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു ചാമ്പ്യൻസ് ലീഗിനായിട്ടുള്ള അവർ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലിലോട്ട് വരുന്നില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കുമാണ് ആഴ്സണലിലേക്ക് കടന്നു വരുന്നത്. നമുക്കപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബുക്കായോ സാക്ക കട്ട് ഇൻസൈഡ് ചെയ്യുന്നു, കട്ട് ഔട്ട് സൈഡ് ചെയ്യുന്നു. ബുക്കായോ സാക്കയാണ് നമുക്ക് ആ മിസ്സിങ് ലിങ്ക് ഇൻ അവർ ഗെയിം റൈറ്റ് കഴിഞ്ഞ കുറച്ച് കളികളായിട്ട്. ബുക്കായോ സാക്ക അങ്ങനെ ഒരെണ്ണം കട്ട് ഔട്ട് സൈഡ് ചെയ്തിട്ട് വന്നപ്പോഴേക്കും ആലബ കയറി